إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 37-ാമത്തെ വചനത്തിന്റെ വിശദീകരണം ഫതഖബ്ബലഹാ റബ്ബുഹാ അവളുടെ റബ്ബ് അവളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മറിയം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു ബിഖബൂലിൻ ഒരു സ്വീകരണം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ബിഖബൂലിൻ ഹസനിൻ ഏറ്റവും നല്ലതായ ഒരു സ്വീകരണം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച നേർന്ന ആ നേർച്ചയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു ഏറ്റവും നല്ലതായ രൂപത്തിൽ തന്നെ അവളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ പള്ളിയിൽ വളർന്നു വരേണ്ട സാഹചര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തു. സക്കരിയ നബി അലൈഹിസ്സലാമിനെ അവളെ ഏൽപ്പിക്കുകയും ചെയ്തു. സക്കരിയ നബി അലൈഹിസ്സലാമിന് അവളുടെ ആ ഒരു പരിപാലനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലായ്പ്പോഴും സക്കരിയ നബി അലൈഹിസ്സലാം അവളുടെ അടുത്തേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെയും അൽ മിഹ്റാബിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനാ മണ്ഡപത്തിലാണ് മറിയം അലൈഹിസ്സലാമിന്റെ താമസം. അവിടത്തേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെയും അവളുടെ അടുത്ത് സക്കരിയ നബി അലൈഹിസ്സലാം കണ്ടെത്തി റിസ്ഖൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കണ്ടെത്തി. ആ നാട്ടിലൊന്നും പരിചയമില്ലാത്ത തരത്തിലുള്ള പലതരം ഭക്ഷണങ്ങളും അവളുടെ അടുത്ത് സക്കരിയ നബി അലൈഹിസ്സലാം കണ്ടെത്തി. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മറിയം, ഹേ മറിയമേ, അന്നാലക്കി ഹാദാ, നിനക്ക് ഇത് എവിടുന്നാണ് ഇത് കിട്ടിയത് എന്നർത്ഥത്തിൽ ചോദിച്ചു. കാലത്ത് അപ്പോൾ മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇത് എനിക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നും ലഭിച്ചതാണെന്നുള്ള മറുപടിയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് ലഭിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യർസുഖു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കും കയ്യുമില്ലാതെ നൽകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഈ രൂപത്തിലുള്ള പലതരം അത്ഭുതങ്ങളും സക്കരിയ നബിക്ക് അന്ന് മറിയം അലൈഹിസ്സലാമിന്റെ പരിസരത്ത് ദർശിക്കാൻ കഴിഞ്ഞു. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സത്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.